വ്യക്തമാകുന്നു. ജാഗ്രത എന്ന് പേരിട്ടിരുന്ന ടെലിഫിലിമിലെ അഭിനേതാക്കൾ കുട്ടികളാണ്. ആലപ്പുഴ ജില്ലയിലെ പേരുകുന്ന നീണ്ടകര സെന്റ് മാർട്ടിൻ സ്കൂളിലാണ് മദ്യപാനത്തിനെതിരെയുള്ള ടെലിഫിലിം തിരഞ്ഞെടുത്തത്. കായലൂർ പ്രദേശത്തെ ഈ യുപി സ്കൂളിൽ 143 കുട്ടികളാണ് പഠിക്കുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരാണ് ഈ സ്കൂളിലെ കുട്ടികളിലേറെയും. കുട്ടികളുടെ ഹിന്ദി ഭാഷയോടുള്ള പ്രിയമാണ് ഹിന്ദി അധ്യാപികയായ സീമ ടീച്ചറെ ജാഗരൻ എന്ന പേരിൽ ഒരു നാടകം എഴുതാൻ പ്രേരിപ്പിച്ചത്. പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതായത് സെന്റ് മാർട്ടിൻ നീണ്ടകര കൂടുതലും അങ്ങനെയുള്ള മത്സ്യബന്ധന തൊഴിലുറപ്പിക്കണ അങ്ങനെയുള്ള ഏരിയയാണ്. അപ്പൊ അവിടെയുള്ള കുട്ടികൾ ഹിന്ദിയിൽ സംസാരിക്കുക എന്ന് അവരുടെ പാരന്റ്സിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മള് ചില സ്കൂളിലെ പിള്ളേർ വരുന്നവരുടെ മക്കള് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ സംസാരിക്കുമല്ലോ. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സ്കൂളിൽ ഹിന്ദിയിലൊക്കെ സംസാരിക്കാൻ വളരെ അപൂർവമായിരിക്കും. ഹിന്ദിയിൽ സംസാരിക്കാൻ വേണ്ടി ഹിന്ദി ഭാഷയോട് കൂടുതൽ താല്പര്യം ജനിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ ഹിന്ദിയിലാക്കിയത്. നാടകം പിന്നീട് ടെലിഫിലിമായി. ടെലിഫിലിമിന്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നതും സീമ ടീച്ചർ തന്നെയാണ്. ഹിന്ദിയാണ് അരമണിക്കൂർ ദൈർഘ്യമുള്ള ടെലിഫിലിം ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു മദ്യപാനി മനസ്സുമാറി നിത്യജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നതാണ് ടെലിഫിലിമിന്റെ ഇതിവൃത്തം. ജീവൻ ന്യൂസ്, കൊച്ചി. കർഷക സമൃദ്ധിയുടെ ഉത്സവകാലമായ ഞാറ്റുവേല